ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം അങ്ങനെ നമ്മൾ പുഷ്പ ദ റൂൾ മൂവി കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മൾ ഇന്നും നമ്മളുടെ റിവ്യൂ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഷോയ്ക്കൊക്കെ പോയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഷോ കാണാൻ തന്നെയാണ് പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റിവ്യൂ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. സോ അപ്പം മൂവി വന്ന് ഒരു ആവറേജ് മൂവിയുടെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു ആവറേജ് മൂവിയാണ്. ഒരു വൺ ഡേ വാച്ചബിൾ. ആക്ച്വലി എന്താ പറയുക, ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗം വരുന്നുണ്ട്. സോ ആക്ച്വലി പുഷ്പയുടെ സെക്കൻഡ് പാർട്ട് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് ഓളം സെക്കൻഡ് പാർട്ട് പ്രീസെയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നു. ബട്ട് എന്താ പറയുക, നമ്മൾ ആ പുഷ്പ 1 കണ്ടതിൻ്റെ അത്രയും ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ആ ഒരു ഉണ്ടാകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സെക്കൻഡിനകത്ത് കിട്ടുന്നില്ല. സെക്കൻഡിനകത്ത് കുറച്ചും കൂടെ ഒക്കെ ഭയങ്കര ഫാമിലി പാസമാണ്. ചേട്ടൻ പാസം വരുന്നുണ്ട്, പെണ്ണുമുള്ള പാസം വരുന്നുണ്ട്, പിന്നെ മാമൻ പാസം വരുന്നുണ്ട്, പിന്നെ മരുമോൾ പാസം. ഇങ്ങനെ സോ മെനി പാസങ്ങളൊക്കെ ഉള്ള ഒരു പടമായിട്ടാണ് പുഷ്പ 2 വന്നിരിക്കുന്നത്. പിന്നെന്താ പറയുക, പിന്നെ ഫഹദ് ഫാസിലിൻ്റെ ആണെങ്കിൽ പോലും ഫഹദ് ഫാസിലിന് നല്ലൊരു ഇൻട്രോ ഇല്ല ഇതിനകത്ത്. പിന്നെ ഫഹദ് ഫാസിൽ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. അത് ബെറ്റർ ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം നമ്മൾ ഫസ്റ്റിനകത്ത് കണ്ടപ്പം നമ്മൾ ഫഹദ് ഫാസിൽ ഒരു ഭയങ്കര കൊടൂര വില്ലൻ സെക്കൻഡ് പാർട്ടിനകത്ത് ഭയങ്കരമായിട്ടൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചിരുന്നത് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ എക്സ്പെക്റ്റേഷൻ ഒത്ത സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫൈറ്റ്സ് ഒന്നും അത്രയ്ക്ക് വലിയ സുഖമായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഒരു ദേവിയുടെ ഗെറ്റപ്പിൽ ഒരു ഭദ്രകാളിയുടെ ഗെറ്റപ്പിലായിട്ട് അല്ലു അർജുൻ വരുന്നതിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുണ്ട്. അതൊരു ഓക്കെയാണ്. ലാസ്റ്റ് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, ഒരുമാതിരി കയ്യും കാലും കെട്ടിയിട്ടുണ്ട്, ഒരുമാതിരി കൊണ്ട് കടിച്ച് കൊല്ലുന്നൊരു ഫൈറ്റൊക്കെ. അതൊന്നും ഒരു സുഖമൊന്നും ഇല്ലാത്ത, ചുമ്മാ കണ്ടിരിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളു. നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കരച്ചിൽ സീനും കുറച്ച് ആക്ടിങ് ഒക്കെ പുള്ളിക്ക് ആ ഒരു മെച്യൂരിറ്റി ലെവലിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇനിയിപ്പോൾ തേർഡ് പാർട്ടൊന്നും വേണ്ടായിരുന്നു. ആക്ച്വലി ഈ സെക്കൻഡ് അത് തന്നെ ഇങ്ങനെയൊക്കെ തല്ലി ഉടക്കി മറിച്ചങ്ങ് തീർത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ വലിച്ചു നീട്ടിയും തേർഡ് പാർട്ടോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മേ ബി നെക്സ്റ്റ് ഇയർ എങ്ങാണ്ടുണ്ട്. സോ സുകുമാർ ജി, എന്തിനാണ് ആ പുഷ്പയെ വെറുതെ നമ്മളെ വെറുപ്പിക്കാൻ വീണ്ടും ഇറക്കി വിട്ടത്? ഫസ്റ്റ് തന്നെ ഒരു നൈസ് എൻഡിങ് കൊടുത്തങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വീണ്ടും കൊണ്ടുവന്നു. ഇനി വീണ്ടും കൊണ്ടുവരാൻ പോകുന്ന പുഷ്പയെ എന്തായിരിക്കുമെന്ന് അറിയില്ല. സോ എന്തായാലും താല്പര്യമുള്ളവർക്ക് പോയി കാണാം പുഷ്പ 2. അപ്പോൾ അതിലേ ഉള്ളൂ.